എന്ന് പറയുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ സെക്രട്ടറി ജോയ്സി ചെറിയാൻ, അധ്യക്ഷനായി നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് തന്ന ശരത് സാറ്, സൂപ്രണ്ട് ജില്ലാ സെയിൽസ്, നമ്മുടെ ക്രിസ്മസ് ദൂത് തന്ന അദ്ദേഹം ബൈബിളിനകത്ത് നിന്നുള്ള കോട്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിനോടുള്ള നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്നതിന് ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഉള്ള നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളെ ഇവിടെ ഇതിനെ പരിചയപ്പെടുത്തിയ നമ്മുടെ മിനി മാഡമാണ്. അദ്ദേഹം നമ്മുടെ ട്രഷറും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമോനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അവർ തമ്മിൽ ആണെങ്കിൽ ഞങ്ങൾ KPL പാട്ടുപുരയിൽ ഈ മിനിമാണവും നമ്മൾ വന്ന് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ നിന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത്. അപ്പം അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ വിനു തോമസ്, മാഡത്തിനോടുള്ള നന്ദി പറയുന്നു. ഇന്നിങ്ങനെ ഒരു നിങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ഇരിക്കുന്നവരൊക്കെ ഒരു മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഒരു അത്യാവശ്യം നിങ്ങൾ സന്തോഷകരമായ ഒരു സായാഹ്നം നിങ്ങൾക്ക് തരാൻ സാധിച്ചു എന്നുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കൂടെ ഈ പാടാൻ വന്നിരിക്കുന്ന ആളുകളെല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധാരണപ്പെട്ട ആളുകളാണ്. അപ്പം നമുക്ക് അത്യാവശ്യം വേദി ഇല്ലാത്തവർക്കൊരു വേദി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ മണർകാട്ട് ഒരു അത്യാവശ്യം മൈക്കും സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഓഡിറ്റോറിയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇത് കാര്യങ്ങളൊക്കെ പാടി തെളിഞ്ഞവരും അതിനു മുമ്പേ പാട്ടുകാരൊക്കെയാണ് ഇവരുള്ളത്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ആണ് 2 സഹോദരങ്ങൾ നമുക്കിവിടെ പാടുപാടി നല്ല ഉഗ്രം പാട്ടുകാരായിരുന്നു. അപ്പോൾ അവർക്കുമുള്ള നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരൻ, നമ്മുടെ വനിതാ, ഞങ്ങൾ ഇവിടെ ചോദിച്ചു നമുക്ക് ആരെങ്കിലും വനിതകളുടെ ഭാഗത്ത് നിന്ന് ഒരു പാട്ട് പാടാനായിട്ടുണ്ടോ. അപ്പോൾ അവരാരും അടുത്ത പ്രാവശ്യം നമ്മൾ ഇനിയും വീണ്ടും ക്രിസ്മസിനൊക്കെ വരാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നമ്മുടെ വെൽഫെയർ ഓഫീസിൽ നമ്മുടെ ജോർജ് സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്രണ്ട് സാറും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പം സമയത്ത് ഒരു കാര്യം എനിക്ക് ഇപ്പം പറയാനുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും വന്ന് ആൾക്കാർ ഇവിടെ വന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെ ആരെയും കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇവിടെ വേണമെന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ പാടാനായിട്ട് ഇപ്പം നിങ്ങൾ പാടാൻ വന്നവർ ഞങ്ങളുടെ കൂടെ ഇപ്പം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വലിയ ബന്ധോസിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇതുപോലെ നിങ്ങൾ പാട്ടുകാരനായിട്ട് ഇവിടെ ഒന്ന് വരുവാണെങ്കിൽ അതിനൊരു വേറൊരു കളറായിരിക്കും. അപ്പം അങ്ങനെ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇനി കുറച്ച് നാൾ കഴിയുമ്പം ഓണോ അല്ലെ അതുപോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയോ, അടുത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അന്നേരം നമുക്കിവിടെ പാട്ടുമൊക്കെ പാടാം. അപ്പോൾ എല്ലാവരും കൂടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സായാഹ്നം സന്ധ്യ ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മുടെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ ഒന്ന് ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സകല ഉദ്യോഗസ്ഥന്മാരും നമുക്ക് ഇത്രയും സഹായിച്ച എല്ലാ ആളുകളും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു.
മുഴക്കി പൊന്നെ നിന്നെ താലി കെട്ടിടമാരനാക്കും തുടിക്കുന്ന തുമ്പിലെ ഈയാമ്പാറ്റകൾ തുടിക്കുന്ന തുമ്പിലെ ഈയാമ്പാറ്റകൾ പറക്കും പറന്ന പിടിക്കും തിരിച്ചടയ്ക്കും പറക്കും പറന്ന പിടിക്കും തിരിച്ചടയ്ക്കും